ഇതൊരു രാഷ്ട്രീയ ആരോപണമല്ല, ഇതൊരു പൊതു ചോദ്യം മാത്രമാണ്. പതിനായിരക്കണക്കിന് ഭക്തർ എത്തുന്ന, കോടിക്കണക്കിന് രൂപ നഗരസഭയ്ക്ക് വരുമാനമുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ളൊരു ശിവരാത്രി പോലെയുള്ള ഒരു വ്യാപാരമേളയുടെ വരുമാനം എങ്ങനെ വെറും പകുതിയായി ചുരുങ്ങി? ഇതൊരു വലിയ ചോദ്യം തന്നെയാണ് ഇന്ന് ആലുവയിൽ. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ന്യായമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യൂ. ആലുവ ശിവരാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകപ്രസിദ്ധമാണ്. ആലുവയുടെ മാത്രമല്ല, കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെയും ലോകത്തിലുള്ള മലയാളികൾക്ക് മുഴുവനും അറിയാവുന്നതും, വയലാറിനെ പോലെയുള്ള പാട്ട് എഴുതുന്നവർ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്നതുമായൊരു വലിയൊരു ഉത്സവമാണ് ആലുവ മഹാശിവരാത്രി എന്ന് പറയുന്നത്. ഈ ആലുവ മഹാശിവരാത്രിയോട് അനുബന്ധമായിട്ട് നടക്കുന്ന വ്യാപാരമേള മാത്രമല്ല, ബലിതർപ്പണം, അതേപോലെ ദർശനം, ഇതെല്ലാം ലോകപ്രസിദ്ധമാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആലുവ ശിവരാത്രി എന്ന് പറയുന്നത് ശിവരാത്രി മണപ്പുറവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, അത് ആലുവ നഗരത്തിൻ്റെ തന്നെ ആകെത്തുകയായിട്ടുള്ളൊരു ഉത്സവം കൂടിയാണ്. കാലങ്ങളായി ആലുവയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് വരെ കുടുംബസമേതം ആൾക്കാർ വ്യാപാരമേളയിലേക്ക് എത്തുകയും ക്ഷേത്രത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രവണതയാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്നത്. ഈ വ്യാപാരമേളയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അത് വർഷത്തിലൊരു 30 ദിവസം, ആ 30 ദിവസം എന്ന് പറയുന്നത് ആലുവ നഗരത്തിലുള്ള ഒരു ജനം പോലും അവിടെ എത്താത്തതായിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ഒരു ഉത്സവ പ്രതീതിയാണ് ഈ വ്യാപാരമേളയ്ക്ക്. ഈ ശിവരാത്രി വ്യാപാരമേള, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ ശിവരാത്രി വ്യാപാരമേള എന്ന് പറയുന്നത് ഒരുപാട് ചെറുകിട കച്ചവടക്കാരുടെ ഒരു ജീവിതമാർഗമാണ്. വർഷത്തിലുള്ള ആ 30 ദിവസം ആയിരിക്കും ആ വ്യാപാരികൾക്ക്, ആ കച്ചവടക്കാർക്ക് അവരുടെ ആ വർഷത്തെ ഏറ്റവും നല്ല വരുമാനം ഉണ്ടാക്കുന്നത്. കുറഞ്ഞ വിലയിൽ നല്ല കടമുറികൾ കിട്ടുന്നു. ആ കടമുറികളിൽ ഒരു മാസം കാലം ആലുവയിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ കച്ചവടം കിട്ടുന്നു. അതിൽ നിന്ന് അവർ ആ വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കുന്നു. ഇതാണ് ബേസിക്കായിട്ട് ആ വ്യാപാരമേളയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന് അനുബന്ധമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആലുവ നഗരസഭയുടെ ഏറ്റവും പ്രധാന വരുമാന സ്രോതസ്സാണ് ആലുവ മഹാശിവരാത്രി വ്യാപാരമേള എന്ന് പറയുന്നത്. ആലുവ നഗരസഭ ഒരു വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ആ വ്യാപാരമേള നടത്തുന്നതിനായിട്ട് ലേല നടപടികൾ, ഈ കടമുറികളിൽ ലേലം കൊടുക്കുന്നതിൽ നിന്ന് ആലുവ നഗരസഭയ്ക്ക് ഒരു സ്ഥിര വരുമാനം കിട്ടുകയും എല്ലാം ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വ്യാപാരമേള നടക്കുന്ന സമയത്ത് ആലുവ ശിവരാത്രി മണപ്പുറത്ത് നഗരസഭയുടെ ഒരു ഓഫീസ് സ്ഥാപിക്കപ്പെടും. കൂടാതെ പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ പോലുള്ള മറ്റ് സംവിധാനങ്ങളിടും. അങ്ങനെ വിപുലമായ സംവിധാനങ്ങൾ നഗരസഭ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലേല നടപടികൾക്കും ശിവരാത്രി മണപ്പുറത്ത് നടക്കുന്ന ഈ വ്യാപാരമേള നഗരസഭ നേരിട്ട് നടത്തുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില മാറ്റങ്ങളുണ്ടായി. ആ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യം എന്തായിരുന്നു? ആ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടായ നഷ്ടം എന്താണ്? ഇതൊക്കെയാണ് ചോദ്യങ്ങളായി ഇപ്പോൾ ഉയരുന്നത്. മാറ്റങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കോവിഡ് മഹാമാരി വന്നു. ആലുവ മഹാശിവരാത്രിയും നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. ശിവരാത്രിയുടെ വ്യാപാരമേള നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു. അതിനോടനുബന്ധിച്ച് 2 കൊല്ലത്തോളം ആലുവ മഹാശിവരാത്രി വ്യാപാരമേള നടന്നില്ല. വീണ്ടും പുനരാരംഭിക്കുന്നത് 2023-ലാണ്. 2023 ആലുവ നഗരസഭ ഒരു തീരുമാനമെടുക്കുകയാണ്. ശിവരാത്രി വ്യാപാരമേള ഇനി നേരിട്ട് നടത്തേണ്ടതില്ല. പകരം ആ വ്യാപാരമേള നടത്തുന്നതിന് മൊത്ത ഒരു തുകയ്ക്ക് കരാർ ഏതെങ്കിലും ഒരു കമ്പനിക്ക് കൊടുക്കാൻ ആയിട്ടാണ് തീരുമാനിക്കുന്നത്. പക്ഷേ അവിടെ നിന്നാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്. ആദ്യം ഈ കരാർ ഏകപക്ഷീയമായി ഒരു സ്ഥാപനത്തിന് 35 ലക്ഷം രൂപയ്ക്കടുത്ത് കൊടുക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ കൗൺസിലിനകത്തു നിന്നും അതേപോലെ തന്നെ പൊതു സമക്ഷത്തു നിന്നും വൻ പ്രതിഷേധങ്ങൾ ഉണ്ടായതിൻ്റെ ചുവട് പിടിച്ച് വീണ്ടും ലേല നടപടികൾ വീണ്ടും നടത്താൻ നിർബന്ധിതമാകുകയാണ്. അങ്ങനെ ലേല നടപടികൾ വീണ്ടും നിർബന്ധിതമായിട്ട് നടത്തേണ്ടി വന്ന സ്ഥിതിക്ക് ഈ 35 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന ആ കരാർ 63 ലക്ഷം രൂപയ്ക്ക് ഒരു കമ്പനിക്ക് കൊടുക്കുന്നു. അത് തികച്ചും നിയമപരമായിട്ടുള്ള രീതിയിൽ ആണ് ആ ലേല നടപടികളെല്ലാം നടത്തിയത്. അങ്ങനെ ലേലം കൊടുത്ത ആ കമ്പനി ആ ശിവരാത്രി വ്യാപാരമേള വലിയ തെറ്റില്ലാതെ നടത്തുന്നതിൽ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മത്സരം വരുന്നു, ആ മത്സരം കൊണ്ട് നഗരസഭയ്ക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകുന്നു. പക്ഷേ ആ മത്സരത്തിലേക്ക് എത്തിക്കുന്നു എന്ന് പറയുന്നത് പൊതുജനങ്ങളിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നുമൊക്കെയുള്ള ഒരു പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ മത്സരം വരുന്നിടത്ത് വരുമാനം കൂടും എന്നുള്ള പൊതുതത്വം പാലിക്കപ്പെട്ടു. അതിൻ്റെ ഫലം നഗരസഭയ്ക്ക് വരുമാനം കൂടി. നിർബന്ധിതമായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും നഗരസഭയ്ക്ക് വരുമാനം കൂടി എന്നുള്ളൊരു ഫാക്റ്റ് മുന്നിൽ കണ്ട് അടുത്ത വർഷം, അതായത് 2024 അടുത്തൊരു കമ്പനി വീണ്ടും ലേലത്തിന് വരുന്നു.
ഈ ആ ലേലം വളരെ സുഗമമായി നടന്നതിന് ശേഷം ആ കമ്പനിക്ക് ഏകദേശം 1,18,00,000 രൂപ ഇതിനകത്താണ് ശിവരാത്രി വ്യാപാരമേള കരാറാകുന്നത്. അവിടെയാണ് ഇതിൻ്റെ അകത്തുള്ള ചുവട് പിഴയ്ക്കുന്ന ഒരു പ്രവണത കണ്ടു തുടങ്ങുന്നത്. ഈ 1,18,00,000 രൂപയ്ക്ക് എടുത്ത കമ്പനിക്ക് കൊടുത്ത കരാർ പിന്നീട് നഗരസഭയുടെ പല രീതിയിലുള്ള ഇടപെടലുകൾക്ക് ശേഷം ആ കമ്പനിയിൽ നിന്ന് കരാർ റദ്ദാക്കി നഗരസഭ അത് വേറൊരു കമ്പനിക്ക് ഏകദേശം പകുതി വിലയ്ക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യം കരാർ ലഭിച്ച 1,18,00,000 രൂപയ്ക്ക് കരാർ എടുക്കാൻ തയ്യാറായിരുന്ന കമ്പനി ആദ്യം ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിലും പിന്നീട് ഡിവിഷൻ ബെഞ്ചിലും പോകുന്നു. അവിടെ അനുകൂല വിധി സമ്പാദിക്കുന്നതിൻ്റെ ഭാഗമായി പിന്നീട് നഗരസഭ സുപ്രീം കോടതിയിൽ പോയി, അവരും സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയും ഈ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് കരാർ നൽകിയ കമ്പനിക്ക് കൊടുക്കാൻ വിധി പ്രഖ്യാപിക്കുന്നു. അങ്ങനെ 1,18,00,000 രൂപയ്ക്ക് കരാറെടുത്ത കമ്പനി കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആ കരാർ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ വ്യാപാരമേള നടത്തുവാൻ ആരംഭിക്കുകയാണ്. പക്ഷേ നഗരസഭയുടെ ഭാഗത്തു നിന്ന് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാവുന്നില്ല. പല തടസ്സവാദങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ വന്നു. അതിൻ്റെ ഫലമായി വ്യാപാരമേളയുടെ നടത്തിപ്പ് എന്ന് പറയുന്നത് സുഗമമായില്ല. കടകളുടെ എണ്ണം കുറഞ്ഞു, അതിനനുസരിച്ചുള്ള വരുമാനം കുറഞ്ഞു. ആ എടുത്ത കമ്പനിക്ക് പിന്നീട് അവർക്ക് വേണ്ടത്ര ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നും നഷ്ടമാണ് ഉണ്ടായതെന്നും ആണ് പിന്നീട് കിട്ടുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഒരു വളരെ ശക്തമായൊരു നിരീക്ഷണമുണ്ടായി. കൂടിയ തുകയ്ക്ക് കരാറെടുത്ത കമ്പനിയിൽ നിന്ന് എന്തിന് കുറഞ്ഞ വിലയ്ക്ക് കരാർ ഉള്ള കമ്പനിക്ക് കൊടുത്തു നഗരസഭ? ആ ഒരു ചോദ്യം ഇന്നും അതൊരു സമസ്യയായിട്ട് അവശേഷിക്കുകയാണ്. ഈ ഒരു സമസ്യ എന്ന് മാത്രമല്ല, ഈ ഒരു കാര്യത്തിൽ നിലവിൽ നഗരസഭയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. FIR ഇട്ട് വിജിലൻസ് അന്വേഷണം രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 2025 വീണ്ടും ഇതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതേ പാറ്റേൺ വീണ്ടും ആവർത്തിക്കുകയാണ്. കരാറെടുത്ത കമ്പനി 1,08,00,000 രൂപയ്ക്കാണ് കരാറെടുക്കുന്നത്. നഗരസഭ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല, വേണ്ട അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുന്നില്ല. കമ്പനി നടത്തിപ്പ്, ശിവരാത്രി വ്യാപാരമേളയുടെ നടത്തിപ്പ് വളരെ പരിതാപകരമാകുന്നു. വേണ്ടത്ര കടകൾ വരുന്നില്ല, അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒഴുകിയെത്തിയില്ല. അതിൻ്റെ ആകത്തുകയായി എന്ത് സംഭവിച്ചു? 2025 വ്യാപാരമേളയും നഷ്ടത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്നു. അത് ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു പ്രവണത അവിടെ കാണുന്നതായിരുന്നു 2025 നടന്നത്. ഇത് ഒരു പാറ്റേൺ അല്ലെങ്കിൽ തെറ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിസാരവൽക്കരിക്കുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയുണ്ടോ, അതോ ഈ വ്യാപാരമേളയുടെ നടത്തിപ്പ് ഏതെങ്കിലും വ്യക്തികൾക്ക് തീരെഴുതാനുള്ള ശ്രമമുണ്ടോ, അതോ ഇത് ആകത്തുകയായി നശിപ്പിക്കാനുള്ള ശ്രമമാണോ, അതോ വെറും നിഷ്ക്രിയമായ ഇടപെടലുകൾ മാത്രമാണോ? ഇതെല്ലാം ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ് ഈ കഴിഞ്ഞ അവസാനം നടന്ന ശിവരാത്രി വ്യാപാരമേളയുടെ ലേല നടപടികൾ എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ തവണ വ്യാപാരമേളയുടെ ലേല നടത്തിപ്പ് വളരെ നേരത്തെ തുടങ്ങേണ്ടതായിട്ട് പോലും അത് ചെയ്തില്ല. മാത്രമല്ല, ആ ലേല നടപടികൾ തുടങ്ങിയപ്പോൾ സംഭവിച്ചത് എന്താണ്? ആകെ ഒരു കമ്പനിയാണ് ലേല നടപടികൾ പങ്കെടുക്കാനെത്തിയത്. അതും വെറും 54 ലക്ഷം രൂപയ്ക്ക്. 54 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ കോട്ട് ചെയ്ത 1,08,00,000 രൂപയുടെ നേർപകുതി. നഗരസഭയ്ക്ക് നഷ്ടം എത്രയാണ്? 54 ലക്ഷം രൂപ. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ നഗരസഭ വീണ്ടും ലേല നടപടികൾക്കായിട്ട് ശ്രമം നടത്തി. പക്ഷേ വേറെ കമ്പനികളൊന്നും തന്നെ എത്തിയില്ല. അതിനിടയിൽ ശിവരാത്രി വ്യാപാരമേള പഴയതുപോലെ നഗരസഭ തന്നെ നേരിട്ട് നടത്തണം എന്നുള്ളൊരു ആവശ്യമുയർന്നെങ്കിലും അതൊന്നും ആരും കേട്ടില്ല. ഈ 54 ലക്ഷം രൂപയ്ക്ക് ലേലം പിടിച്ച കമ്പനിക്ക് കൊടുക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനമായി. ഇതിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ആ തീരുമാനം നടപ്പിലാക്കുകയാണിപ്പോൾ. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ 54 ലക്ഷം രൂപ നഗരസഭയ്ക്ക് നഷ്ടം സംഭവിച്ചു. ഇതൊരു വലിയൊരു ഫാക്ടറാണ്. കാരണം നഗരസഭയ്ക്ക് വരുന്ന 54 ലക്ഷം രൂപ എന്ന് പറയുന്നത് ആലുവ നഗരത്തിൻ്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ട തുകയാണ്. ആ തുകയാണ് നഷ്ടം സംഭവിക്കുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനു വേണ്ടി ഇവർ പറയുന്ന ന്യായം എന്ന് പറയുന്നത്, നമ്മളുടെ മുമ്പിൽ ഇനി സമയമില്ല, 1 മാസമേ ഉള്ളൂ, ആ 1 മാസം കൊണ്ട് നമുക്കിത് ഇനി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ശിവരാത്രി എന്നുള്ളത് എല്ലാ വർഷവും ഈ സമയത്ത് വരുന്നതാണെന്നും അതിനുള്ള മുന്നൊരുക്കങ്ങൾ ഈ ശിവരാത്രി കഴിയുമ്പോൾ തന്നെ അടുത്ത ശിവരാത്രിക്കുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ ഇവിടെ സാഹചര്യങ്ങളുണ്ട്. അതുമാത്രമല്ല, ഇത്രയും വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നൊരു ഉത്സവം, ഇതെല്ലാം മുന്നിൽ കണ്ട് ഇത് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ഒരു മുടന്തൻ ന്യായം മാത്രമാണ്. മാത്രമല്ല, അതിൻ്റെ പിന്നിലുള്ള ഗൂഢോദ്ദേശം എന്താണെന്നുള്ളത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഈ ഒരു അവസരത്തിൽ ഇനി വരുന്ന സമയത്തെങ്കിലും ഈ നഷ്ടങ്ങളെല്ലാം സംഭവിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നടപടികളിലേക്ക് കടക്കാൻ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ആവശ്യമുയരണം.
അതേപോലെ തന്നെ പൊതുമണ്ഡലത്തിൽ നിന്ന് ആവശ്യമുയർന്നു. ഇതാണ് ഇന്ന് ആലുവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. ഈ നിഷ്ക്രിയത, ഈ നഷ്ടം, ഈ കെടുകാര്യസ്ഥത ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഒരു പൊതു ചോദ്യമാണ്. ഇതൊരു രാഷ്ട്രീയ ആരോപണമേ അല്ല. ഈ ചോദ്യം ആലുവക്കാരായ, അതായത് ഞാൻ ജനിച്ചു വളർന്ന ആലുവ, അതേപോലെ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമായ ആലുവക്കാർ, ഇവർ ഓരോരുത്തരും നമ്മളുടെ സിസ്റ്റത്തിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം ഇത് നമ്മൾ ചോദിച്ചില്ലെങ്കിൽ നാളെ ഇതിൻ്റെ നഷ്ടം നമ്മൾ തന്നെ സഹിക്കണം. അതുകൊണ്ട് ഈ ചോദ്യം പൊതുമണ്ഡലത്തിൽ ഉന്നയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇനിയും ഇതേപോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയുള്ള, സമൂഹത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടതായ വിവിധ വിഷയങ്ങളുമായി വീണ്ടും RP സ്പീക്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരും. നിങ്ങളേവരും ഈ വീഡിയോകൾ കണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക, നിങ്ങളുടെ ആശയങ്ങൾ ഞാനുമായി സംവദിക്കുക. അങ്ങനെ ഒരു സംവാദത്തിലൂടെ നമുക്ക് പൊതുമണ്ഡലത്തിലുള്ള വിവിധ വിഷയങ്ങളിൽ നമുക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം, ഉത്തരങ്ങൾക്കായി ആവശ്യപ്പെടാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.